കാണിച്ചൊന്ന് നിർത്തണേ. ഉണ്ണി മോനെ, എത്ര നാളാണ് നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അമ്മയ്ക്ക് തോന്നണത് അല്ല, കൊച്ചിട്ടും ക്ഷീണിച്ചിട്ടുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവൾ എന്റെയും കൂടെ അനിയത്തിയായി പോയില്ലേ. പക്ഷെ ഇവൾക്ക് നിന്നെ പോലെ ഏട്ടൻ ഇല്ലെങ്കിലോ? അത് തീരുമാനിക്കേണ്ട അവളല്ലേ. അവളുടെ തീരുമാനം ഇത് തന്നെയാ. എന്നെ ഏട്ടൻ പറഞ്ഞാ പോരല്ലോ. ഏട്ടനോ? ആരാടാ നിന്റെ ഏട്ടൻ? കണ്ണി കണ്ട തെണ്ടികളുടെ ഏട്ടനല്ല ഞാൻ. ഞാൻ തെണ്ടിയാണ്, കിടപ്പാടം പോലും ഇല്ലാത്തവനാണ്. പക്ഷെ നിങ്ങളെ പോലെ തെണ്ടിത്തരം ഞാൻ കാണിക്കാറില്ല. തൊട്ടുപോകരുത്. എന്റെ ദേഹത്ത് കൈവീണാൽ ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. പോകാൻ തന്നെയാ വന്നത്. പക്ഷെ ഒറ്റയ്ക്കല്ല, എന്റെ പെങ്ങളെയും കൂട്ടിക്കൊണ്ടേ ഞാൻ പോകും. എവളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ അവളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച അതിനുള്ള വകുപ്പ് എന്താണെന്നറിയോ? ഇവിടെ ആര് നിർബന്ധിച്ചു? നിങ്ങൾ തന്നെ. കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കായിരുന്നു നിങ്ങൾ. ഇവളുടെ അച്ഛനായ പ്രായം ഉണ്ടല്ലോ ഇയാൾക്ക്. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, അവളുടെ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടമെന്ന് പറ. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. എന്തെങ്കിലും വഴിപാട് കൊടുത്ത് എന്റെ പെങ്ങളെ നടന്നല്ല ഞാൻ സമ്മതിക്കില്ല. എന്നാ നീ കൊണ്ടുപോയി കെട്ടിക്കടാ, വല്ല വേലിനെയോ വെളുത്തേറിനെയോ. കെട്ടിക്കും. എന്റെ പെങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടവനാണെങ്കിൽ, വേലനായാലും വെളുത്തേരനായാലും മനുഷ്യത്തുള്ളവനാണെങ്കിൽ ഇതിനൊക്കെ അന്തസ്സായിട്ട് ഞാൻ കെട്ടിക്കും. ഇനി എന്റെ നോക്കി നിൽക്കണേ, ഇറങ്ങി പോടാ പുറത്ത്. നീ വാ. എടീ